അതെ സാർ എന്നിട്ട് ഒരു കാര്യം കണ്ടോ ഇത് നമ്മുടെ എയർപോർട്ടിലുള്ള സാധനമാണ്. അതായത് എയർപോർട്ടിൽ ഗൾഫിൽ എത്തിയായിട്ടല്ല ഗൾഫിൽ വരുന്ന ആൾക്കാർ പേടിക്കുന്ന വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും നമ്മളെ കണ്ടു എയർപോർട്ടിൽ സാധനം എത്തിച്ചത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ രീതിയിൽ ചെയ്തതാണ്. അപ്പൊ ഒരു 12,000 രൂപയാണ് ഇത് എടുത്തത്. പിന്നെ ചെറിയൊരു വണ്ടി എടുക്കുന്നുണ്ട് 60,000 വണ്ടി. പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള ചെറിയ കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് 3 കുട്ടികളാണ്. അപ്പൊ അവർക്കുള്ള ഒരു 3 ഗണ്ണ് 3 ടൈപ്പ് 3 സൈസിലുള്ള 3 സൈസിന് വ്യത്യാസമുള്ള കുട്ടികളാണ്. 3 ടൈപ്പ് ഗണ്ണ് എടുത്തു. പിന്നെ അതേപോലെ തന്നെ റിമോട്ട് കാറിലും അതേപോലെ 3 ടൈപ്പ് എടുത്തു. ഒരാൾക്ക് ജേഴ്സി കാണുന്നതാണ്. ജേഴ്സി എടുത്ത് മറ്റൊരാൾക്ക് 2 കാറൊക്കെ രണ്ടായിട്ട് എടുത്തു. അതിൽ ചെറിയ ഡോസിനും അതേപോലെ 3 എടുത്തു. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് എന്താണ് പുള്ളലോ എന്നാണ് ടോയ് ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ ടോയ്. പിന്നെ കുട്ടികൾക്ക് അവിടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഡോസ് കൂടെ എടുത്തു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ ഡൈകാസ്റ്റിൽ അങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും ബോക്സ് ആക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് പുള്ളിക്ക് കൊടുക്കും. അപ്പോ ഇതിലൊരു വേറെ വിഷയമുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പോലത്തെ സാധനങ്ങൾ അതായത് ക്വാളിറ്റി ഉണ്ടാവണം. തട്ടിക്കൂട്ട് സാധനം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള സാധനം നമുക്ക് ഒന്നാമത് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് അതൊക്കെ എടുത്തത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പാർക്കിൽ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സെറ്റാക്കി പാക്കാക്കി നമ്മൾ തരിക്കോ ഈ എയർപോർട്ടിക്കോ നിങ്ങൾ പോകുന്ന ബൈക്കോടെ കയറി അങ്ങനെയൊക്കെ ചെയ്യാം. കാലിക്കറ്റ് മലപ്പുറം നമ്മുടെ ഷോപ്പുണ്ട്. ഒരുപാട് മോഡലുകൾ ഉണ്ടാവും. എല്ലാ മോഡലും ഉണ്ടാവും. അതായത് ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഉള്ള ക്വാളിറ്റി ഉണ്ടല്ലോ ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കൊടുക്കാൻ പറ്റും. എന്നാൽ വലിയ റിസ്ക് എടുക്കണ്ട. റേറ്റും നല്ല രീതിയിൽ കുറഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആവശ്യമുള്ളവർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തു.